ഗുഡ് മോർണിംഗ്. എക്സോഡസിൻ്റെ ഓൺലൈൻ ആരാധനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്കൊരുമിച്ച് 113 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാർ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ഞായറാഴ്ച പകൽ വലിയവനായ ദൈവത്തെ പാടി സ്തുതിക്കാം. എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. Come, let's join and worship the Lord. ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിനു ആരാധന. ഉദയത്തിലും സന്ധ്യയിലും പിതാവിന് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, തുണയായോനേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. പരമപിതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടിയേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവബലിയെ അങ്ങേ ആരാധിക്കുന്നു, ജീവജലമേ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശിയായേ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, മശിയായേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. Baruch Adonai
Elohim Israel Adonai, blessed is the Lord, Baruch Adonai. Elohim Israel Adonai, blessed is the Lord. Minna olam, vad haolam, praise His name forever and again. Minna olam, vad haolam, blessed is the Lord, the God of Israel. So let the nations sing and praise Him, and Israel will say Amen. Sing all the nations, hallelujah, and Israel will say Amen. So let the nations sing and praise Him, and Israel will say Amen. Sing all the nations, hallelujah, and Israel will say Amen. And Israel will say Amen. Baruch Adonai, Elohim Israel Adonai, blessed is the Lord. Baruch Adonai, Elohim Israel Adonai, blessed is the Lord. Minna olam, vad haolam, praise His name forever and again. Minna olam, vad haolam, blessed is the Lord, the God of Israel. So let the nations sing and praise Him, and Israel will say Amen. Sing all the nations, hallelujah, and Israel will say Amen. So let the nations sing and praise Him, and Israel will say Amen. Sing all the nations, hallelujah, and Israel will say Amen. And Israel will say യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരുതും മശിഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം ഒരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാക്കുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ.
സ്പർശിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥാ. Thank you Lord, hallelujah. Thank you Jesus. I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor I am. I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor I am. Lord, I worship you. I worship you. Lord, I worship you. I worship you. For your name is holy, holy, Lord. 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 Hallelujah, 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 hallelujah. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.
bless your name, O Lord. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവേ കൃപ നൽകിയല്ലോ. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, വിടുതൽ അനുഭവിക്കുവാൻ, രോഗത്തിൽ നിന്ന് സൗഖ്യം അനുഭവിക്കുവാൻ ഇടവരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ യഹോവയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല. നീ ഞങ്ങൾക്ക് കർത്താവ് പുതുവഴികൾ തുറക്കാൻ പോകുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു അപ്പ. നന്ദി നാഥ, നന്ദി കർത്താവേ. We give all glory, honor and praise അപ്പ. സകല മാനവും മഹത്വം പുകഴ്ചയും എല്ലാം കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് കരയറ്റുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. And now we have come to the announcements. We want to tell you about all the meetings that happens in our church throughout the week. എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഹാർപ്പ് ആൻഡ് ബൗൾ മോർണിംഗ് ഡിവോഷൻ ഉണ്ട്. 7 മണി മുതൽ 7:30 വരെയാണ്. വി ആർ ലേണിംഗ് എ ന്യൂ സീരീസ് കോൾഡ് ദ ക്രിയേഷൻ സ്പീക്സ്. ഇത് നമ്മുടെ എക്സോഡസ് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, എക്സോഡസ് കൊച്ചിൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് എല്ലാ ദിവസവും രാവിലെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലഭിക്കുന്നില്ല എങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. We will send you the link every day. Make sure that you be a part of it, because let us start our day praising and worshiping and also receiving from the word every single day. ഇതിനു പുറമെ നമുക്ക് Zoom meetings നടക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും. For all the ladies meeting ഉണ്ട്. വൈകുന്നേരം King's Daughters നടക്കുന്നു. ബുധനാഴ്ചകളിൽ വൈകുന്നേരം നമുക്ക് ചേർന്ന് ബൈബിൾ പഠിക്കാം. There is a Bible study that is happening. On Friday morning ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന നമുക്ക് നടക്കുന്നു. ശനിയാഴ്ചകളിൽ വീണ്ടും for all the young girls the King's Daughters happening once again. And in the evening on Saturdays we have Exodus Youth Church. For all the Exodus teenagers, Exodus teen service is happening soon after the main service on Sundays on Zoom. So make sure that you connect with your leader. Also, we have cell groups that is happening online on different days of the week. നിങ്ങളുടെ cell group leaderമായി ബന്ധപ്പെടുക. ഏത് ദിവസമാണോ നടക്കുന്നത്, make sure that you take part in those online cell group meetings. And all my junior church children, we are restarting our junior church service today. So do not miss it, and we are starting a new series called the Superheroes of the Bible. അതുകൊണ്ട് parents, kids, do not go after the main service. TV computer no off ചെയ്യരുത്, because soon after the service an exclusive junior church session will be restarting from today. So it's going to be interesting, it's going to be fun. So we'll see you there for the junior church. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഓർപ്പിപ്പിച്ചതുപോലെ എക്സോഡസ് മാരേജ് കോഴ്സ് ഈസ് സ്റ്റാർട്ടിംഗ് ടുഡേ ഈവനിങ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ മാരിഡ് കപ്പിൾസും സമയം ഓർത്തിരിക്കുക. മേക്ക് ഷുർ ദാറ്റ് യു ജോയിൻ ഓൺ ടൈം. Any of you who couldn't join or who couldn't register, make sure that you note down the number that is given and connect with them so that you will get to know more details about it. And we have a praise report. The other day 3 baptisms happened in our church. 3 സ്നാനങ്ങൾ നമ്മുടെ സഭയിൽ നടക്കുവാനിടയായി. It is such a joyful thing. I believe heaven is rejoicing with them for their greatest decision that they have taken to obey the commandment of the Lord. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഓൺലൈനിലൂടെ നടക്കത്തില്ല. അതുകൊണ്ട് let us know. We will tell you a convenient time for a baptism class and also a convenient time for that you can come and be baptized. Any more information regarding any of these meetings, നമ്മുടെ details screenൽ available ആണ്. Take it down and connect with us. We are happy to help you. And now it's time to give to the Lord. നമുക്ക് നമ്മുടെ ടൈറ്റ്സ് ആൻഡ് ഓഫറിംഗ് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. വി ഗോണ സിംഗ് എ സോങ്. നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് let us take up our tithes and offering. Let's give unto the kingdom of God. നമ്മുടെ ഡീറ്റെയിൽസ് ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, സ്ക്രീനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. Take it down and let's give to the Lord with a cheerful heart, because the Bible says God loves a cheerful giver. നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം.
പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിടുന്നു, കൂരുട്ടു ജാതിയെ മൂടിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. അന്ധകാരം ഭൂമിയെ മൂടിടുന്നു, കൂരുട്ടു ജാതിയെ മൂടിടുന്നു. നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു, തന്റെ തേജസ്സോ നിന്നിൽ വ്യാപരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നില വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. പകൽ വെളിച്ചം ഇനി സൂര്യനല്ല, നില വെളിച്ചം ഇനി ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് വെളിച്ചമായി, നീതി സൂര്യൻ നിന്നിൽ മഹത്വമായി. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. നിന്റെ യഹോവ നിനക്ക് ദിവ്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് നിത്യ തേജസ്. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. ഈ സൂര്യൻ ഇനി അസ്തമിക്കില്ല, ഈ ചന്ദ്രൻ ഇനി അസ്തമിക്കില്ല. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. ദിവ്യപ്രകാശം നിന്നിൽ വന്നിരിക്കുന്നു, നിത്യ തേജസ് നിന്നിൽ വന്നിരിക്കുന്നു. കർത്താവെ, സമർപ്പിക്കപ്പെട്ട ഈ സ്തോത്ര വഴിപാടുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ കർത്താവെ അങ്ങ് അനുഗ്രഹത്തെ അയക്കണമേ. അവരുടെ പ്രൊഫഷനിൽ അവർ കർത്താവെ സക്സസ്ഫുള്ളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ആരെങ്കിലും പ്രയാസപ്പെടുന്നുവെങ്കിൽ My God shall supply all my needs according to his riches and glory in Jesus Christ. ഈ വചനം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. വെക്കേഷന് ശേഷം കർത്താവെ
സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ കർത്താവെ, അങ്ങ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, മാതാപിതാക്കളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് വചനം റിസീവ് ചെയ്യാം. ആമേൻ. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Blessed be the name of the Lord. യേശു കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. All powerful, all knowing, സർവശക്തനായ ദൈവമാണ്. all amazing God our God. അതെ, ശ്രേഷ്ഠനായ ദൈവമാണ്. Amen. Amen. Psalm 145 verse 1 to 5 says like this. 145 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. I will extol or praise you, my God, my King. ഞാൻ എൻ്റെ ദൈവമായ രാജാവിനെ പുകഴ്ത്തും, എൻ്റെ ദൈവത്തെ വാഴ്ത്തും. And I will bless your name forever and ever. അതേ കർത്താവേ, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. Every day I will bless you. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും. And I will praise your name forever and ever. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും Verse സ്തുതിക്കും. 3 says, great is the Lord and greatly to be praised. മൂന്നാമത്തെ വാക്യം പറയുന്നു, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. And his greatness is unsearchable. That means beyond our understanding. അവന്റെ മഹിമ അത് അഗോചരമാണ്, നമ്മുടെ അറിവുകൾക്ക് മീതെയാണ്. Amen. Amen. And verse 4 says, one generation shall praise your works to another and shall declare your mighty acts. നാലാം വാക്യം പറയുന്നു, തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യ പ്രവർത്തികളെ പ്രസ്താവിക്കും. Amen. Amen. And verse 5 says, so I will meditate on the glorious splendor of your majesty. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. And of the wonderful works and of the words of your wonderful works. അതേ കർത്താവേ, നിന്റെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കുവാനിടയാകും. Amen. Amen. So today we are going to meditate, think upon the words of his wonderful work. ഇന്ന് കർത്താവിന്റെ ആ അത്ഭുത പ്രവർത്തികളെ നമ്മൾ ധ്യാനിക്കുകയാണ്. From the gospel according to John chapter 2, from the first sign Jesus did, we're going to share from that. യോഹന്നാന്റെ സുവിശേഷം 2-ം അധ്യായത്തിൽ നിന്നാണ് നാം ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. യേശു ചെയ്ത ആദ്യത്തെ അടയാളമാണല്ലോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. We know the purpose of John the gospel is it is written in chapter 20 verse 31 that these things are written to you that we may continue to believe that Jesus is the Christ, the Son of God, and that by believing you may have life in his name. യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടതിന്റെ ഉദ്ദേശം അത് 20-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. Yes, we may continue to believe, and by believing in him we will have life in his name. അതേ, നമ്മൾ വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് നമ്മളിൽ ആ യേശുവിന്റെ ജീവൻ വ്യാപരിക്കേണ്ടതിനുമായിട്ടാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. So chapter 2 the verse 11 here says, we know the whole story but we will go through that, but the verse 11 it says like this, the beginning of signs Jesus did in Cana of Galilee and manifested his glory, and his disciples believed in him. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. And I believe, and my prayer for this month of September is that we will see the glory of God, or God will manifest his glory in our lives, in every homes, in Jesus name. ഞാൻ വിശ്വസിക്കുകയാണ്, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ജീവിതങ്ങളിൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകുമാറാകട്ടെ. Amen. Amen. The first miracle or the sign that Jesus did was in a home. അതെ, തീർച്ചയായിട്ടും ഒരു ഭവനത്തിന്റെ അകത്തായിരുന്നു യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ അടയാളം എന്ന് പറയുന്നത്. I pray that every home will experience a miracle this week and this month
in the month of September. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു മാസം എല്ലാ ഭവനങ്ങൾക്കകത്തും ദൈവത്തിന്റെ ഒരു അത്ഭുതം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. I'm believing and trusting in God for that. So I want to declare that today. ഞാനത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. Why? Because reading and studying the scripture portion is giving me a faith to declare like that. കാരണം ഈ തിരുവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുവാൻ ഒരു വിശ്വാസം എനിക്ക് ലഭ്യമായി If you തീരുകയാണ്. agree with me, say amen to that. എന്നോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ ഇതിന്റെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. So before that, let us hear from God's word here. അതിനുമുമ്പ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കാം. Chapter 2 verse 1 to 3, it says like this: on the third day there was a wedding in Cana of Galilee, and the mother of Jesus was there. Now both Jesus and his disciples were invited to the wedding, and when they ran out of wine, the mother of Jesus said to him, they have no wine. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. This wedding that is happening in Cana, not much details about this family is mentioned here. ഈ വിവാഹം കാനായിൽ നടക്കുന്ന ഈ കല്യാണ വീടിനെ കുറിച്ച് വളരെയധികം വിസ്തീർണങ്ങളൊന്നും വചനത്തിൽ ലഭ്യമല്ല. Nothing about this bridegroom or his background. അവിടുത്തെ മണവാളിനെ കുറിച്ചോ തന്റെ പശ്ചാത്തലത്തെ കുറിച്ചോ ഒന്നും അവിടെ കാര്യമായി പറഞ്ഞിട്ടില്ല. The only mention here is the mother of Jesus was there, and Jesus and his disciples were invited for this wedding. എന്നാലും ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഏക കാര്യം യേശുവും തന്റെ ശിഷ്യന്മാരും അതോടൊപ്പം തന്നെ യേശുവിന്റെ അമ്മയെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു എന്നവിടെ And രേഖപ്പെടുത്തിയിരിക്കുന്നു. wedding time is usually a time of joyful celebration. വിവാഹ സമയം എന്ന് പറയുന്നത് വളരെ ആനന്ദകരമാകുന്ന ഒരു സാഹചര്യമാണല്ലോ. And, according to Jewish customs and traditions, it can take a long week to celebrate. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വിവാഹ സമയം എന്ന് And പറയുന്നത്. on this very important occasion, this family is now facing a big challenge. ഈ വലിയ സന്തോഷകരമാകുന്ന സന്ദർഭത്തിൽ വലിയൊരു വെല്ലുവിളിയാണ് ഈ കുടുംബം ഇപ്പോൾ നേരിടുന്നത്. A very embarrassing situation that they ran out of wine. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുന്നു. Not trying to prove it is grape juice, it's written it's wine. ഇത് മുന്തിരി ജ്യൂസ് ആയിരുന്നു എന്ന് ഞാൻ വാദിക്കുകയല്ല. അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് വീഞ്ഞായിരുന്നു എന്ന്. But we need to make note of this. എന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയണം. In their culture, it was very disgraceful if someone get drunk in occasions like this. എന്നാലോ യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ സംസ്കാരത്തിൽ സമൂഹത്തിൽ അങ്ങനെ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത് വളരെ നാണക്കേടിന് യോഗ്യമായ സാഹചര്യമായിരുന്നു. It's part of, in Deuteronomy chapter 7 verse 13, it says like this: he will love you and bless you and multiply you. He will also bless the fruit of your womb and fruit of your land, your grain, your new wine and your oil, the increase of your cattle and of the offspring of your flock. In the land of which he swore to your fathers to give you, you shall be blessed above all peoples. ഇവിടെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. The grain, wine and oil is a sign of God's blessing concerning the people of Israel. അതെ, ധാന്യവും വീഞ്ഞും എണ്ണയും അത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ ചിഹ്നങ്ങളാണ്. But word of God very strongly command not to get drunk with wine. എന്നാൽ വചനം വളരെ വ്യക്തമായി കൽപ്പിക്കുന്നു വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന്. The word of God very clearly says in 1 Corinthians chapter 6 verse 10, it says like this. I will tell you the summary about that. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: Thieves, greedy people, drunkards, slanderers and swindlers will not inherit the kingdom of God. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. And many scripture portion are similar to this. ഇതിന് സമാനമായ അനേക സുവിശേഷ ഭാഗങ്ങൾ That's കൂടിയുണ്ടല്ലോ. not our topic today. അതല്ലല്ലോ നമ്മുടെ ചിന്താവിഷയം. But here this family ran out of wine. എന്നാൽ ഇവിടെ ഈ കുടുംബം അവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകെ ഒരു സാഹചര്യം ഉണ്ടായി. This can be a very shameful thing. ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമാണ്. And they couldn't do anything about it. അവർക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. It was totally unexpected. അത് തികച്ചും ചിന്തകൾക്കപ്പുറമായിരുന്നു. അത് പ്രതീക്ഷിക്കാത്തതായിരുന്നു. We don't know why it happened, and that
family, they didn't know why it happened like ആ that. കുടുംബത്തിനും അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമുക്കും അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. I'm sure this family must have prepared enough to serve the guest. എനിക്ക് തീർച്ചയാണ് വരുന്ന വിരുന്നുകാർക്ക് വേണ്ടി ആവശ്യത്തിന് ആ കുടുംബക്കാർ കരുതിയിരുന്നിരിക്കാം. But this thing happened beyond their control. എന്നാൽ അവരുടെ പ്രവൃത്തി വലയത്തിനും അപ്പുറമായിരുന്നു, അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു കാര്യമായിരുന്നു ഇത്. This kind of situations can happen in every families. ഇത് എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണിത്. Unexpected things. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. Can be a debt, ഒരുപക്ഷെ ഒരു കടമായിരിക്കാം, or sicknesses, അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കാം, or a situation you never thought of happening, totally unexpected. നമ്മൾ ഒരിക്കലും ചിന്തിക്കാതെ ഒരിക്കലും നടക്കുമെന്ന് ചിന്തിക്കുപോലും ചെയ്യാത്ത സാഹചര്യമായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. But remember one thing. എന്നാൽ ഒരു കാര്യം ഓർക്കണം, In the midst of all these situations, ഈ സാഹചര്യങ്ങളുടെ എല്ലാ നടുവിലും there will be someone who can give us a direction, a word, or a word of wisdom, or a godly counsel to help you out of this. ഈ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും നമുക്ക് അതിന്റെ മധ്യ ഒരു വഴി കാണിച്ചു തരുവാൻ, ഒരു നിർദ്ദേശം നൽകുവാൻ, ഒരു മാർഗം കാണിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായേക്കാം. Look at here, Mary, mother of Jesus here. ഇവിടെ നോക്കണമേ, ഇവിടെ യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടായിരുന്നു. According to me, she is like an evangelist, ഇവിടെ താൻ ഒരു സുവിശേഷകയെ പോലെയാണ്. one who received the grace of God and a revelation and an understanding of who God is. ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അതിനുള്ളൊരു വെളിപ്പാട് ലഭിക്കുകയും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്ത ഒരാളായിരുന്നു മറിയ. We knew about Mary from the gospel according to Luke chapter 1. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മറിയയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയും. And we see in verse 28 when angel appeared to Mary, the angel said like this, "Rejoice, highly favored one, the Lord is with you." ഇവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണുന്ന ഒരു ദൂതൻ അവളുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ അവളോട് അഭിസംബോധന ചെയ്തു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന്. Yes, she received God's grace. അതെ, അവൾക്ക് ആ ദൈവത്തിന്റെ കൃപ ലഭ്യമായി തീർന്നു. But about Jesus, John Gospel chapter 1 verse 14, about Jesus it says like this. എന്നാലോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്. The word became flesh and tabernacled or dwelt among us. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ വസിക്കുവാനിടയായി. And we see his glory, the glory as of the only begotten of the Father, full of grace and truth. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന വചനം And പറയുന്നു. verse 16 says, "And of his fullness we have all received and grace for grace." 16-ാം വാക്യം ഇങ്ങനെ പറയുന്ന, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. Amen. ആമേൻ. Our Jesus is full of grace. അതെ, നമ്മുടെ യേശു കർത്താവ് കൃപയാൽ He's നിറഞ്ഞവനാണ്. a gracious and compassionate God. അവൻ കൃപാലുവായ ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്. Amen. ആമേൻ. So here about Mary, for she has found favor with God. ഇവിടെ നമ്മൾ കാണുന്നു മറിയ ദൈവത്തിന്റെ കൃപ She ലഭിച്ചവളായിരുന്നു. is a blessed woman who experienced grace and favor from God. കർത്താവിന്റെ കൃപയും പ്രസാദവും അനുഭവിച്ച ദൈവത്താൽ അനുഗ്രഹീതയായ ഒരു സ്ത്രീയായിരുന്നു ഈ മറിയ. So what she did here is she understood the situation of this family. ഇവിടെ ഈ മറിയ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ സാഹചര്യത്തെ അവൾ നന്നായി മനസ്സിലാക്കി. And told Jesus they ran out of wine. അവള് യേശുവിനോട് ഈ സാഹചര്യത്തെ പറയുവാനിടയായി അവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നിരിക്കുന്നുവെന്ന്. Nothing is mentioned about this house owner, or no one else knew what is happening there. ഈ കുടുംബനാഥനെ കുറിച്ചോ അവിടെ വീട്ടിൽ മറ്റോ ആരും ഈ കാര്യം അറിഞ്ഞതായിട്ട് പോലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. One thing to notice here, Mary did not tell this problem to anyone. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തെക്കുറിച്ച് മറിയ മറ്റാരോടും പങ്കുവെച്ചില്ല. Or to create a confusion there, or put this family in an embarrassing situation. അവിടെ ഒരു സംശയം ജനിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഈ കുടുംബത്തെ ആ നാണക്കേടിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവൃത്തിയും മറിയ ചെയ്തില്ല. Instead, very quietly, she told this to Jesus. അതിനു പകരം വളരെ രഹസ്യമായി യേശുവിനോട് ഈ വിഷയം ചെന്ന് That they പറയുവാനിടയായി. ran out of wine. അവരുടെ വീഞ്ഞ് തീർന്നിരിക്കുന്നു എന്നുള്ള വസ്തുത. You know, there are people who create problems when there is an issue. എന്തെങ്കിലും ഒരു പ്രയാസകരമായ സാഹചര്യം വരുമ്പോൾ ആ പ്രശ്നത്തെ സങ്കീർണമാകുന്ന ആൾക്കാരുണ്ട്. And there are people who wait for opportunities to put people down or put people to shame. മറ്റു ചിലർ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഒരു നാണം കെടുത്താൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർ. But look here, without anyone knowing, she said this to Jesus. എന്നാൽ ഇവിടെ നോക്കണമേ, ആരും അറിയാതെ യേശുവിനോട് ചെന്ന് ഈ വിഷയത്തെ മറിയ You പങ്കുവയ്ക്കുകയാണ്. know why? എന്തുകൊണ്ടെന്നറിയാമോ?
because she has been through similar experiences. കാരണം താനും തന്റെ ജീവിതത്തിൽ ഇതിന് സമാനമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. She know what it means to go through shame and embarrassment. തനിക്ക് നന്നായിട്ട് അറിയാം എന്താണ് നാണക്കേട് സഹിക്കുന്നതെന്ന്, എന്താണ് അതിന്റെ വേദനയെന്ന് നന്നായിട്ട് മറിയയ്ക്ക് അറിയാമായിരുന്നു. Bible says in Matthew chapter 1 verse 18, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, when Mary was betrothed to Joseph and before they came together, she was found with a child. അവിടെ മറിയ തന്റെ ഭർത്താവായ യോസഫിന്റെ അടുക്കലേക്ക് വരുന്നതിന് മുൻപേ താൻ ഗർഭിണി എന്ന് കണ്ടെത്തി എന്ന് മനസ്സിലാക്കുന്നു. And Joseph, being a very just man, not wanting to make her a public example, was thinking to put her away secretly. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലാകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. Imagine to be found with a child after betrothal or before marriage. ഒന്ന് ശ്രദ്ധിക്കണമേ, വിവാഹ നിശ്ചയത്തിന് ശേഷവും വിവാഹത്തിന് മുൻപും ഒരു സ്ത്രീ ഗർഭിണിയായി എന്ന് കണ്ടെത്തിയാലത്തെ സാഹചര്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. And Mary even don't know how to explain this to Joseph. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ യോസഫിന്റെ അടുത്തൊന്ന് വിവരിച്ച് പറയണമെന്ന് പോലും അറിയിക്കാൻ But അറിയില്ലായിരുന്നു. the angel of the Lord appeared to Joseph and told him what happened to Mary is by Holy Spirit. എന്നാലോ ദൂതൻ യോസഫിന് മുൻപിൽ പ്രത്യക്ഷനായി മറിയയുടെ ഉള്ളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് വിവരിക്കുവാനിടയായി. Chapter 1 of Matthew verse 25 says, Joseph did not know her till she had brought forth her firstborn son. തൻ്റെ ആദ്യജാതനായ മകനെ പ്രസവിക്കും വരെ യോസഫ് മറിയയെ പരിഗ്രഹിച്ചില്ല എന്ന് വചനത്തിൽ But പറയുന്നു. one thing here, Mary has experienced God's grace. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, മറിയ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവളാണ്. She was saved from shame and embarrassment. അവളുടെ ജീവിതത്തിൽ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെട്ടവളാണ് ഈ മറിയ. You can give only what you received. നമുക്ക് ലഭിച്ചത് മാത്രമേ മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയൂ. Those who have received much forgiveness will give much forgiveness. കർത്താവിൽ നിന്ന് അധികം ക്ഷമ ലഭിച്ചവർ അവർ മറ്റുള്ളവരോടും അധികം ക്ഷമിക്കുവാനിടയാകും. Offended people will give offenses to people. മുറിവേറ്റവരോ അവർ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനിടയാകും. Those with bitterness or carrying bitterness or been through bitter experiences in life, if they are not healed or delivered out of that, they will tend to give the same bitterness to other people. ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം നേരിട്ടവർ, കയ്പ് കൊണ്ട് നടക്കുന്നവർ, അവർ മറ്റുള്ളവരിലേക്കും ഈ കയ്പ് പകർന്നു കൊടുക്കുവാനായിട്ട് Bible says bitterness is like a root. Bitterness have roots. വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കയ്പിന് അതിന്റെ വേരുകൾ ഉണ്ടെന്ന്. In Hebrews chapter 12 verse 15 it says like that. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇത് വ്യക്തമായി പറയുന്നു. Bitterness is like a root that can spring up and cause trouble. ഈ കയ്പ് എന്ന് പറയുന്നത് അത് മുളച്ചു വരാൻ കഴിയുന്ന ഒരു വേരിൽ നിന്ന് മുളച്ചു വന്ന പ്രശ്നങ്ങളെ പോലും ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നാണ്. Look here, God is looking for people who can stand in the gap, who can cover or defend people or to protect brothers and sisters. ഇവിടെ നോക്കണമേ, ദൈവം ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ സഹോദരങ്ങളെ സൂക്ഷിക്കുന്ന, അവരെ മറച്ചു പിടിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന സഹോദരങ്ങളെയാണ്. Not to expose anyone. We are not called to expose anyone. We are called to stand in the gap for our brothers and sisters. ആരെങ്കിലും കുറവുകളെ പരസ്യപ്പെടുത്തുവാനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പകരം വേദനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി കർത്താവിനോട് ഇടിവിൽ നിൽക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Proverbs chapter 11 verse 13 says like this. സദൃശ്യവാക്യം 11-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, A talebearer, one who gossips, reveals secrets, but he who is of a faithful spirit conceals a matter. സദൃശ്യവാക്യം 11-ന്റെ 13 ഇങ്ങനെ പറയുന്നത്, ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. God cannot use people who are like gossipers. ഏഷണിക്കാരെ ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കുവാനായിട്ട് കഴിയില്ല. Gossip divides relationships and destroys trust. ഏഷണി പറയുന്നത് അത് ബന്ധങ്ങളെ തകർക്കും, വിശ്വാസത്തെ നഷ്ടമാക്കി The തീർക്കും. pain associated with gossip is felt long after the words were spoken. ആ വാക്കുകൾ പറഞ്ഞതിന് എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കും ആ ഏഷണി പറയുന്നതിന്റെ വേദന എന്തെന്ന് മനസ്സിലാകുന്നത്. Bible in the New Testament, the book of Titus chapter 3 verse 10, it says like this: reject a divisive or a gossiper, a man after the first and second admonition, knowing that such a person is warped and sinning, being self-condemned.
തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നത്, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ. Look at Mary here. Without anyone knowing, she said this problem to Jesus. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമേ, ആരും അറിയാതെ രഹസ്യമായി ഈ പ്രശ്നത്തെ യേശുവിന്റെ അടുക്കൽ മറിയെ കൊണ്ടു ചെല്ലുകയാണ്. That's character. അതാണ് ശരിയായ സ്വഭാവം. She knew only Jesus can solve this problem. മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യേശുവിന് മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയൂ. Because Mary knew who Jesus is. കാരണം യേശു ആരാണെന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. Remember in the gospel in Luke, the angel told about Jesus to Mary. ഒന്ന് ഓർക്കണമേ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ മറിയയോട് ദൂതൻ യേശുവിനെ കുറിച്ച് പറയുവാനിടയായി. No, don't be afraid, Mary. You have found favor with God, and you will conceive by the power of the Holy Spirit, and he will be great. He will be called the Son of the Highest. The Lord God will give him the throne of his father David, and he will reign over the house of Jacob forever, and his kingdom there will be no end. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ദൂതൻ ആ മറിയയോട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ വലിയവനാകും എന്നൊക്കെ പറയുവാനിടയായി. So she knew this Jesus is the Son of the living God. അതുകൊണ്ട് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് മറിയയ്ക്ക് നന്നായിട്ട് She അറിയാമായിരുന്നു. knew his kingdom is everlasting. തന്റെ രാജ്യത്തും അത് നിത്യമായതാണെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. Even while Jesus was dedicated at the temple, യേശുവിനെ ആ പ്രതിഷ്ഠിക്കുവാനായി ദേവാലയത്തിൽ കൊണ്ടുവന്ന the സാഹചര്യത്തിൽ words that Simeon he declared over Jesus, Mary knew it. ആ ശിമിയോൻ യേശുവിനെ നോക്കി പറഞ്ഞ പ്രസ്താവിച്ച വാക്കുകളെ കുറിച്ച് മറിയയ്ക്ക് നന്നായിട്ട് You അറിയാമായിരുന്നു. see that in Luke chapter 2 verse 30, it says like this, "For my eyes have seen your salvation, which you have prepared before the faces of all people, a light to bring revelation to the Gentiles and the glory of your people Israel." ലൂക്കോസ് 2:30 ആ ശിമിയോൻ പറഞ്ഞ വാക്കുകളുണ്ട്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നുള്ള വാക്ക് മറിയ ഓർത്തു. Mary knew that he is the savior. മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യേശു രക്ഷകനാണ്. Mary knew that he is the glory of the people of Israel. ആ ജനത്തിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ മഹത്വമാണ് യേശു എന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. Mary knew that he is the light to bring revelation to Gentiles. ജാതികൾക്ക് വെളിച്ചം കൊണ്ടിരുന്ന, വെളിപ്പാട് കൊണ്ടിരുന്നവനാണ് യേശു എന്ന് മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. Amen. ആമേൻ. That was growing strong in spirit, in wisdom, in stature and in favor. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ യേശു വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനത്തിലും ദൈവത്തിന്റെ കൃപയിലും ഒക്കെ മുതിർന്നു വന്നു എന്ന് കാണുന്നു. Amen. Amen. So Mary have many experiences with Jesus like this. അതുകൊണ്ട് മറിയയ്ക്ക് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു യേശുവുമായിട്ട്. While Jesus was at the temple discussing with the religious leaders, യേശു ആ മത പണ്ഡിതന്മാരുമായി വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ you can see that they were astonished at his teaching. ആ യേശുവിന്റെ ജ്ഞാനത്തിൽ അവർക്ക് അത്ഭുതം തോന്നി. And Mary tried to bring him back from them. അവരിൽ നിന്ന് യേശുവിനെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുവരാൻ മറിയ ശ്രമിച്ചപ്പോൾ His words is still maybe in the ears of Mary that I should be in my father's business. എന്റെ പിതാവിന്റെ കാര്യാദികൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നുള്ള യേശുവിന്റെ ആ വാക്കുകൾ മറിയയുടെ ഉള്ളിലുണ്ടായിരുന്നു. So Mary must have kept all these things in her heart. മറിയ ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുവാനിടയായി. She must have heard about the baptism of Jesus. യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് മറിയ കേട്ട് കാണും. When the heavens were opened and the voice from heaven, "This is my beloved son in whom I am well pleased." ആ സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ മറിയ അറിഞ്ഞിട്ടുണ്ടാകണം. Mary knew very well that Jesus is the Son of the living God. അതുകൊണ്ട് മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്. So when she's now facing with this crisis in this family, this short supply, she knew that Jesus can solve it. ഈ കുടുംബത്തിൽ ഈ ഒരു ഇല്ലായ്മയുടെ അനുഭവത്തിൽ കൂടി പോകുന്ന സാഹചര്യത്തിൽ മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു യേശുവിന് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയൂ. She knew Jesus can. She was confident in that. ആ മറിയയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, വളരെ ഉറപ്പുണ്ടായിരുന്നു യേശുവിന് കഴിയുമെന്ന്. That's why she told the servants, "Whatever he tells you to do,
do it. അതുകൊണ്ടാണ് മറിയ ദാസന്മാരോട് വേലക്കാരോട് പോയി പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവിനെന്ന്. My dear people of God, എൻ്റെ പ്രിയ ദൈവ ജനമേ, do you believe this Jesus can solve any problems in your life? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയുമെന്ന്? There is no problem too big that God cannot solve. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ There is no mountain too tall that God cannot move it. യേശുവിന് മാറ്റാൻ കഴിയാത്ത ഒരു വലിയ പർവ്വതങ്ങളും നമ്മുടെ മുൻപിലില്ല. There is no storm too high that God cannot calm it. യേശുവിനെ ശാസിച്ച് അടക്കുവാൻ കഴിയാത്ത ഒരു കൊടുങ്കാറ്റും നമ്മുടെ There is മുൻപിലില്ല. no sorrow too deep that God cannot soothe it. യേശുവിന് സമാധാനം നൽകാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ Our God ഉണ്ടായിട്ടില്ല. is an awesome God, a great and mighty God. അതെ, തീർച്ചയായും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, സകലത്തിലും I would മതിയായവനാണ്. like to sing this song. There's no problem too big that God cannot solve. ഇങ്ങനെ ഒരു പാട്ട് ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. Amen. ആമേൻ. Join with me to while I'm singing this. ഈ പാട്ട് എന്നോട് ചേർന്ന് നിങ്ങളും പാടിയാലേ. There is no problem too big God cannot solve it. There is no mountain too tall He cannot move it. There is no storm too dark God cannot calm it. There is no sorrow too deep He cannot move it. If He carry the weight of the world upon His shoulder, I know my brother that He will carry you. If He carry the weight of the world upon His shoulders, I know my sister that He will carry you. For He said, come unto me, all who are weary and I will give you rest. For He said, come unto me, all who are weary and I will give you rest. Amen. Hallelujah. ഹല്ലേലൂയ. There is no problem too big that God cannot solve it. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നവുമില്ല. Amen. ആമേൻ. This knowledge, this revelation knowledge about our God will leads us to courageous faith. കർത്താവിനെ കുറിച്ചുള്ള ഈ വെളിപ്പാടിൽ നിന്നുള്ള ഈ അറിവുണ്ടല്ലോ, ഇത് നമ്മളെ അതിശക്തമായ ധൈര്യത്തിലേക്ക് And this നയിക്കാനിടയാകും. courageous faith will lead us to ask Jesus about impossible things. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തോട് അസാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ചോദിക്കുവാൻ നമുക്ക് കഴിയും. That's what Bible says like this. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, Those who know their God shall be made strong and they will carry out great exploits for your kingdom. കർത്താവിനെ അറിയുന്നവർ അവർ കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. Our eyes, inner eyes need to be enlightened so that we may know who our God is. നമ്മുടെ അകത്തെ കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ, നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം അത് നമ്മളെ ഇടയാക്കട്ടെ. Know about our calling. നമ്മുടെ വിളിയെ കുറിച്ച് നമുക്ക് നല്ല And to ബോധ്യമുണ്ടാകട്ടെ. experience that immeasurable power of God. ആ ദൈവത്തിന്റെ അസാധാരണമായ ഒരു ശക്തി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. Hallelujah. Hallelujah. Clap your hands and give all glory to Jesus. നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തിന്റെ സകല മഹത്വവും നമുക്ക് നൽകാം. Amen. ആമേൻ. And in chapter 2 of John here, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ this family ran out of wine. ഈ കുടുംബത്തിന്റെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി. And when they ran out of wine, mother of Jesus told Jesus, they have no wine. ഈ ഒരു വീഞ്ഞ് തീർന്നു പോയ സാഹചര്യത്തിൽ യേശുവിന്റെ അമ്മയായ മറിയ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞു. She's like an evangelist telling Jesus the needs of this family. ഒരു സുവിശേഷകയെ പോലെയാണ് താൻ പെരുമാറുന്നത്. ആ കുടുംബത്തിന്റെ ആവശ്യം യേശുവിനെ അറിയിക്കുക മാത്രമാണ്. This is how we should function. ഇങ്ങനെയാണ് നാമം പ്രവർത്തിക്കേണ്ടത്. Those who have experienced Jesus, those who know His power, we understand others' needs and we tell that to Jesus. ആ യേശുവിന്റെ ശക്തിയെ മനസ്സിലാക്കിയവർ, അതിനെ അനുഭവിച്ചവർ, നാം മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കുറിച്ച് യേശുവിനോട് പറയുകയാണ്. One good thing about this family here,
is they have invited Jesus and his disciples for this wedding. ഈ കുടുംബത്തെക്കുറിച്ച് ഒരു നല്ല കാര്യം പറയേണ്ടത് അവർ യേശുവിനെയും തന്റെ ശിഷ്യന്മാരെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ്. This house is positioned or eligible for the glory of God to manifest. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം സജ്ജമായിരിക്കുന്ന ഒരു ഭവനമായിരുന്നു. Those who have never accepted Jesus Christ as your Lord and Savior, invite him to be the Lord today. ഒരുപക്ഷെ നിങ്ങൾ യേശു കർത്താവിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ഒന്ന് സ്വാഗതം ചെയ്താലും. Remember when Zacchaeus invited Jesus into his house? ആ സക്കായി യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ Jesus said, today salvation has come to this house. യേശു ഇങ്ങനെ പറയുവാനിടയായി, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. I remember 25 years ago, our family was going through very difficult time like this. ഞാൻ ഓർക്കുന്നു 25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കുടുംബവും ഇതുപോലെ വളരെ പ്രയാസകരമാകുന്ന ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Just because my parents invited Jesus into their hearts and into their home, എൻ്റെ മാതാപിതാക്കൾ അവരുടെ ഹൃദയത്തിലേക്കും അവരുടെ ഭവനത്തിലേക്കും യേശുവിനെ അന്ന് സ്വീകരിച്ചതുകൊണ്ട് ക്ഷണിച്ചതുകൊണ്ട് we could experience great transformation in our family. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ കർത്താവിന്റെ അത്ഭുതത്തെ കാണുവാൻ ഞങ്ങൾക്ക് That കഴിഞ്ഞു. opened a way for all our family members to experience Jesus in our lives. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലെ ഓരോരുത്തർക്കും യേശുവിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഒരു വഴി It തുറന്നിടുകയായിരുന്നു. was like from shame to honor, അത് നാണക്കേടിൽ നിന്ന് ആ അഭിമാനത്തിലേക്ക് ഉള്ളൊരു from യാത്രയായിരുന്നു. our heads low to our heads high. ഞങ്ങളുടെ തല താഴ്ത്തിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് തല ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് From വളർന്നു. sorrow he turned us into joy. ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് കർത്താവ് സന്തോഷത്തിലേക്ക് From നടത്തുവാനിടയായി. heaviness of heart to freedom in Christ. ഹൃദയത്തിലെ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തെ I അനുഭവിക്കുവാൻ tell you, this കഴിഞ്ഞു. miracle only Jesus can give you. ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, യേശുവിന് മാത്രമേ ഈ ഒരു അത്ഭുതം നിങ്ങൾക്ക് നൽകുവാൻ This കഴിയൂ. Jesus can turn your situations today. ഈ യേശുവിന് നിങ്ങളുടെ സാഹചര്യത്തെ ഇന്ന് മാറ്റിമറിക്കുവാൻ കഴിയും. Hallelujah. Hallelujah. If you believe, say amen to the നിങ്ങൾ Lord. വിശ്വസിക്കുന്നെങ്കിൽ ഇതിന് ആമേൻ പറഞ്ഞാട്ടെ. Look at chapter 2 verse 4 here. ഇവിടെ 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു. Jesus replied to her, woman, what does your concern have to do with me? യേശു മറിയയോട് ചോദിക്കുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നു. My hour has not yet come. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. Here, please don't misunderstand here. ഇവിടെ ഒരിക്കലും തെറ്റിദ്ധരിക്കുവാൻ ഇടയാകരുത്. This is not a disrespectful statement. ഇത് ഒരിക്കലും തന്റെ അമ്മയെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വാക്കുകളല്ല. Here Jesus is indicating that there is now a new relationship between him and Mary. ഇവിടെ യേശു ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ മുതൽ പുതിയ ഒരു ബന്ധം ഇവിടെ ഉടലെടുക്കുകയാണ് യേശുവും മറിയയും തമ്മിൽ. She cannot seek help on the basis of mother-son relationship. ഒരു അമ്മയും മകനും എന്നുള്ള ആ ഒരു ബന്ധത്തിൽ ഒരിക്കലും മറിയയ്ക്ക് സഹായം ആവശ്യപ്പെടുവാൻ കഴിയില്ല. Jesus said, it is not my time now. യേശു പറയുകയാണ്, ഇപ്പോൾ എന്റെ നാഴിക വന്നിട്ടില്ല. It means let me ask my heavenly Father. അതിനർത്ഥം ഞാൻ എന്റെ സ്വർഗീയ പിതാവിനോട് ഞാൻ ചോദിക്കട്ടെ. That's how we see Jesus moved in the Gospels. അങ്ങനെയാണ് നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം കാണുന്നത്. യേശുവിന്റെ പ്രവർത്തന ശൈലി അങ്ങനെയായിരുന്നു. Church, we think we can ask anything and get anything from Jesus. സഭയെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമുക്ക് തോന്നുന്നത് എന്ത് ഇഷ്ടമുള്ളത് യേശുവിനോട് ചോദിക്കാം, അത് യേശുവിൽ നിന്ന് And പ്രാപിക്കാമെന്ന്. expect an immediate reply. അതിന് നമുക്ക് അപ്പോൾ തന്നെ ഒരു മറുപടി ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. It's okay, we can ask anything. അതെ, തീർച്ചയാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ കഴിയും. And it's okay to expect immediately. അത് വളരെ വേഗം തന്നെ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിലും Nothing കുഴപ്പമില്ല. wrong in that. അതിലൊരു തെറ്റുമില്ല. Sometimes it happened like that. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. But we should not get offended if you don't receive answers immediately. എന്നാലോ വളരെ വേഗത്തിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുറിവേൽക്കുവാനിടയാകരുത്. Amen. Amen. In our own way and in our own time. നമ്മൾ താല്പര്യപ്പെടുന്ന സമയത്തും നമ്മളുടെ രീതിയിലും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മുറിപ്പെടരുത്. Hallelujah. Hallelujah. There is a song, but I don't have the band to sing that song. It's a beautiful song like this. ഒരു മനോഹരമായ ഒരു പാട്ടുണ്ട്, അതെനിക്ക് പാടുവാനായിട്ട് പ്രേരണ It will be തോന്നുന്നു. my joy to say, your will, your way. It will be my joy to sing, your will, your way, always. Amen. ആ പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ എന്റെ സന്തോഷം ഇതാണ്, എപ്പോഴും അങ്ങയുടെ ഹിതം അതുപോലെ നടക്കണമേ, എല്ലായ്പ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം പോലെ നടക്കണമേ എന്ന്. That's what actually Jesus taught us. അതാണ് യേശു വാസ്തവത്തിൽ നമ്മളെ പഠിപ്പിച്ചതും. Thy kingdom come and thy will be done. അങ്ങയുടെ in our രാജ്യം lives. വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ എന്റെ ജീവിതത്തിൽ നടക്കണമേ. We should know this. If you ask anything according to his will
and in His time He will do it. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഹിതപ്രകാരവും ദൈവത്തിന്റെ സമയത്തിനനുസരിച്ച് നാം ചോദിച്ചാൽ അത് തീർച്ചയായും സംഭവ്യമായി Look തീരും. at John chapter 5 verse 19. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. Jesus answered and said to them, most assuredly I say to you, the Son can do nothing of himself, but what he sees the Father do. For whatever he does, the Son also does in like manner. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. Same chapter verse 30 says like this. അതിന്റെ അതേ അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, I can of myself do nothing. As I hear, I judge, and my judgment is righteous, because I do not seek my own will, but the will of the Father who sent me. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത് ആകുന്നു. Amen. ആമേൻ. So we need to know this. നാം ഈ ഒരു കാര്യം തിരിച്ചറിയണം. He will act in his own way, കർത്താവ് തൻ്റെ ഹിതപ്രകാരം പ്രവർത്തിക്കും. for his own reasons, തൻ്റെ കാരണങ്ങൾ ഉണ്ടാകും. and for in his own time. ദൈവത്തിന്റെ സമയത്തുമായിരിക്കും ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. Amen. ആമേൻ. Hallelujah. ആമേൻ. How many of you can thank God for not hearing our request? നമുക്ക് എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിനായി. Amen. ആമേൻ. I thank God. Lord, thank you for not hearing that prayer. ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കർത്താവേ, അന്നത്തെ എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തരാത്തതിനായി നന്ദി. Amen. Amen. He knows the best for us. നമുക്ക് എന്താണോ മികച്ചത്, ഏറ്റവും നല്ലതെന്ന് ദൈവത്തിന് His നന്നായിട്ട് അറിയാം. ways are the best. ദൈവത്തിന്റെ വഴികളാണ് ഏറ്റവും നല്ലത്. His ways are higher than our ways. His thoughts are higher than our thoughts. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിലും നമ്മുടെ ചിന്തകളിലും ഉയർന്നിരിക്കുന്നു, ഏറ്റവും മികച്ചിരിക്കുന്നു. We know only in part. നമുക്ക് ഭാഗികമായി മാത്രമേ ആ കാര്യങ്ങളെക്കുറിച്ച് Even അറിയുള്ളൂ. the prophecies, we know only in part. പ്രവചനങ്ങൾ പോലും അത് ഭാഗമായിട്ടാണ്. But he knows the full picture. എന്നാലോ ദൈവവും സകലവും അറിയുന്നു. So Jesus here was not saying disrespectfully to Mary. അതുകൊണ്ട് ഇവിടെ യേശു ഒരിക്കലും തന്റെ അമ്മയായ മറിയയോട് മോശമായി സംസാരിക്കുകയല്ല. Actually, his title is not Son of Mary. His title is Son of Man. വാസ്തവത്തിൽ മറിയയുടെ മകനെന്നല്ല യേശുവിനെ അറിയപ്പെടുന്നത്, മനുഷ്യപുത്രൻ എന്നാണ്. Amen. ആമേൻ. Hallelujah. Hallelujah. Amen. Amen. He's a fully man and fully God. അതെ, തീർച്ചയായും 100% മനുഷ്യനും പൂർണ്ണമായി ദൈവവുമായിരുന്നു Who യേശു. bring the realities of heaven upon men. അതെ, സ്വർഗത്തിന്റെ സത്യാവസ്ഥയെ ഭൂമിയിൽ സംജാതമാക്കുന്നവനായിരുന്നു യേശു. Here with lovingly Jesus was telling Mary that she should not presume or take it for granted. ഇവിടെ യേശു വളരെ ശാന്തമായി മറിയയോട് പറയുകയാണ്, താൻ അമ്മയായതുകൊണ്ട് താൻ പറയുന്നതെല്ലാം യേശു ചെയ്യണമെന്നില്ല. With loving respect, Jesus made it clear that he did not do this on the basis of mother-son relationship. ഇവിടെ വളരെ സ്നേഹത്തോടെ യേശു പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മയാണെന്നും മകനാണെന്നുള്ള ഒരു ബന്ധത്തോടെ അല്ല യേശു അവിടെ പ്രവർത്തിക്കുന്നതെന്ന്. Amen. Amen. The concept of going through Mary to get Jesus is to regard Jesus as hard-hearted and Mary as a soft-hearted person. ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. മറിയയിൽ കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് കാര്യസാധ്യത്തിനായി ചെല്ലുമ്പോൾ യേശു കഠിന ഹൃദയനും മറിയ വളരെ നല്ലൊരു മാംസളമായ ഹൃദയമുള്ള വ്യക്തിയുമാണ്. Totally wrong concept in God's word. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് തികച്ചും തെറ്റിദ്ധാരണപരമായ ഒരു വിശ്വാസ This is an പ്രമാണമാണ്. idea that's very prevalent in the pagan religion. ഇത് ജാതീയ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Bible in 1 Timothy chapter 2 verse 5 says like this. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ For പറയുന്നു, there is one God and one mediator between God and men, the man Christ Jesus, who gave himself a ransom for all. അവിടെ നമ്മൾ കാണുന്ന 1 തിമോഥെയോസ് 2:5 ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ തന്നെ എന്ന്. This makes it very clear that our Lord Jesus Christ is our mediator that brings relationship between God and man. ഇത് വ്യക്തമാക്കുന്നത് യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള നമ്മുടെ ഏക മധ്യസ്ഥൻ യേശുവാണെന്ന്. And by his sacrifice for our sins on the cross, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താൻ ക്രൂശിൽ യാഗമായി തീർന്ന ആ യാഗത്താലാണ് ഇത് സാധ്യം. hallelujah. Hallelujah. So there are no two mediators. അതുകൊണ്ട് ഒരിക്കലും രണ്ട് മധ്യസ്ഥരില്ല. Amen. Mary, though a godly woman and the mother of our Lord, according to his human nature, is not
a mediatrix between God and man. ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് മറിയ ഒരിക്കലും നല്ല വ്യക്തിത്വമായിരുന്നു, എന്നാൽ ഒരിക്കലും മനുഷ്യനും ദൈവവുമായിട്ടുള്ള അതിൻ്റെ മധ്യേ നിൽക്കുവാൻ താൻ ഒരു മധ്യസ്ഥ അല്ല എന്ന് മനസ്സിലാക്കണം. Verse 5, it says like this: his mother said to the servants, whatever he says to do, do it. അതിന് തെളിവിതാണ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ മറിയ തന്നെ വേലക്കാരോട് പറയുകയാണ്, യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. Mary is actually telling, I have nothing to do here. I can't deal with this situation. I can't solve this problem. ഇവിടെ വാസ്തവത്തിൽ മറിയ പറയുകയാണ്, ഈ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇവിടെ ഒരു പരിഹാരവും എനിക്ക് വരുത്തുവാൻ കഴിയില്ല എന്ന് മറിയ സമ്മതിക്കുകയാണ്. But Jesus can. എന്നാലോ അതിന് പകരം യേശുവിന് സകലവും കഴിയും. Jesus is able to do that. യേശുവിന് പരിഹാരം വരുത്തുവാൻ കഴിയും. Hallelujah. Hallelujah. Amen. Amen. And verse 6 and 7, Pastor Libu, can you read that? അവിടെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. Jesus said, fill these water pots with water. യേശു അവരോട് കൽപ്പിക്കുവാനിടയായി ഈ കൽപാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറപ്പീനെന്ന്. And the servants, they did it. ആ ശുശ്രൂഷക്കാർ അവർ അത് കേട്ട് അനുസരിച്ചു. They filled them up to the brim. അവരത് വക്കോളം നിറയ്ക്കുവാനിടയായി. The faith and obedience bring the miracle. ആ വിശ്വാസവും അനുസരണവും അത് ഒരുമിച്ച് വരുമ്പോഴാണ് അത്ഭുതം വരുന്നത്. Jesus could have provided through different ways, യേശുവിന് മറ്റ് പല മാർഗങ്ങളിൽ കൂടി വീഞ്ഞു നൽകാമായിരുന്നു. but he allowed the servants to participate in what he is doing. എന്നാലോ താൻ ചെയ്യുന്ന ആ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ അവിടുത്തെ ശുശ്രൂഷകരെയും യേശു അനുവദിച്ചു. They did not question him. അവരൊരിക്കലും യേശുവിനെ ചോദ്യം ചെയ്തില്ല. They obeyed fully. യേശുവിനെ പൂർണ്ണമായി അവർ അനുസരിച്ചു. Up to the brim means full complete obedience. ആ വക്കോളം നിറപ്പിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അനുസരണം അവിടെ വ്യക്തമാവുകയാണ്. Obedience is a prerequisite for a miracle. ഒരു അത്ഭുതം ഉണ്ടാകണമെങ്കിൽ അനുസരണം അത് അനിവാര്യമാണ്. Amen. Amen. And verse 8 says like this: ഇപ്പോൾ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, draw some out now and take it to the master of the feast. And they took it. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് യേശു പറഞ്ഞപ്പോൾ അവർ അത് കൊണ്ടുപോയി കൊടുത്തു. It takes another big faith to do that. അത് വലിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് അനുസരിക്കാൻ കഴിയൂ. What all thoughts must have been going through their heads, through their minds. ഒരുപക്ഷെ എത്രമാത്രം ചിന്തകൾ അവരുടെ തലയിൽ കൂടി അവരുടെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകാം. The problem is here wine. ഇവിടെ വീഞ്ഞാണല്ലോ വലിയ പ്രശ്നമായിട്ടുള്ളത്. Why this is he's asking us to pour water. ഇപ്പൊ എന്തിനാണ് ഞങ്ങളോട് വെള്ളം കോരുവാനും അത് കൊണ്ടു കൊടുക്കാനും ഒക്കെ They പറയുന്നത്? didn't reason or question about that. അവർ അതിനെ ഒന്നും ചോദ്യം ചെയ്യാനിടയായില്ല. Amen. Amen. They didn't tell others also. അവർ മറ്റുള്ളവരോടും പറഞ്ഞില്ല. They were faithfully obeying the command. അവരത് പൂർണ്ണ അനുസരണത്തോടെ അതിനെ അനുസരിക്കുകയായിരുന്നു. After doing the first part, അവരുടെ ആദ്യത്തെ ഭാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ now comes the second part. That's even the biggest faith is needed for that. ആ രണ്ടാമത്തെ ഭാഗം ചെയ്യണമെങ്കിൽ കൂടുതൽ വിശ്വാസം അവർക്ക് ആവശ്യമായിരുന്നു. Take this water to the master of the ceremony. ഈ വിരുന്നുവാഴിക്ക് ഈ വെള്ളം കോരിക്കൊണ്ട് കൊടുപ്പിനെന്ന് പറഞ്ഞപ്പോൾ, Amen. But Bible says they just did that. എന്നാലോ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, അവരത് അപ്പാടെ അനുസരിച്ചു. Hallelujah. Hallelujah. And when the master of the feast tasted that, he said, this is the best wine. ആ വിരുന്നുവാഴി ആ രുചി നോക്കിയാൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഏറ്റവും നല്ല വീഞ്ഞാണല്ലോ. Best things in life comes with obedience. അതെ, ജീവിതത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ അനുസരണത്തോടെയാണ് കടന്നു വരുന്നത്. Obeying Jesus will bring honor in your life. അതെ, യേശു നമ്മുടെ ജീവിതത്തിൽ മാന്യത നൽകി തരുവാനിടയാകും. Amen. Amen. You know, actually it takes a few months. A process is there to become this grapes to become wine. But this happened instantaneously. ഒരു മുന്തിരി അത് വീഞ്ഞായി തീരണമെങ്കിൽ കുറച്ച് മാസങ്ങൾ പോലും എടുത്തേക്കാം. എന്നാൽ ഇത് വളരെ പെട്ടെന്നാണ് ഈ അത്ഭുതം ഉണ്ടായത്. Here Jesus, without a command or a word, by his will this miracle happened. ഇവിടെ പ്രത്യേക ഒരു കൽപ്പനയാൽ ഒന്നുമല്ല സംഭവിച്ചത്. യേശു തന്റെ ഹിതത്തിനനുസരിച്ച് ഈ ഒരു അത്ഭുതം Nothing ചെയ്യുകയായിരുന്നു. is impossible without Jesus. നമ്മുടെ യേശു കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല. He decides and it happens. താൻ ഒരു കാര്യം തീരുമാനിക്കുന്നു, അത് അതുപോലെ നടക്കുന്നു. Amen. Amen. I pray that you will experience a miracle this month in the name of Jesus. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ മാസം തന്നെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു അത്ഭുതത്തെ നേരിടട്ടെ. See, the thing here is no one knew about this miracle. Only this servants
knew this miracle. ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമെന്ന് പറയുന്നത് മറ്റാരും ഈ അത്ഭുതത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞില്ല. ഈ ശുശ്രൂഷകർ മാത്രമാണ് അറിഞ്ഞത്. They understood the greatness of this miracle. അവർക്ക് ഈ അത്ഭുതത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലായി. Only the obedient will experience the greatness of God's work in our life. ആ ദൈവത്തിന്റെ മഹത്വമേറിയ അത്ഭുതത്തെ അനുഭവിക്കുന്നത് അനുസരിക്കുന്നവർ മാത്രമാണ്. Amen. ആമേൻ. What would have been a social disgrace, Jesus turned it into a time of celebration. സമൂഹത്തിൽ ഒരു നാണക്കേടിന് കാരണമാകാമായിരുന്ന സാഹചര്യത്തെ ഒരു ആഘോഷമാക്കി യേശു മാറ്റി. Bible says Jesus manifested his glory in this place. ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു തന്റെ മഹത്വത്തെ ഈ സ്ഥലത്ത് And his വെളിപ്പെടുത്തിയെന്ന്. disciples believed in him. എന്നിട്ടോ തന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുവാനും ഇടയായി. We don't see the master of ceremony here believing in Jesus. ഇവിടെ ആ വിരുന്ന് വഴി യേശുവിൽ വിശ്വസിക്കുന്നതൊന്നും നാം കാണുന്നില്ല. We don't see here even the bridegroom were believing in Jesus. We don't know that. ഇവിടെ ആ മണവാളൻ പോലും യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ടും നമുക്കറിയില്ല. But we know one thing, that the disciples believed in him. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. Hallelujah. There are Hallelujah. a few things to learn from here. ഇവിടെ നമുക്ക് പഠിക്കാൻ ചില കാര്യങ്ങളുണ്ട്. Amen. Always when we read scriptures, there will be something that we need to obey. നാം തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നാം അനുസരിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. Check for space when you read Bible. SPACE. നമ്മൾ എപ്പോഴും വചനം പഠിക്കുമ്പോൾ സ്പേസ് എന്നുള്ള ആ വാക്ക് ഓർക്കുക. SPACE, that means there's a, I will explain that. ഞാനത് വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. S means there are always, when we read a scripture portion, there will be something, some sins that we need to avoid. അവിടെ എസ് എന്ന വാക്ക് ഓർപ്പിക്കുന്നത്, നമ്മൾ വചനം വായിക്കുമ്പോൾ ചില സിൻസിനെ കുറിച്ച് ഓർപ്പിക്കും, ചില പാപങ്ങളെ കുറിച്ച് വചനം നമ്മളെ ഓർപ്പിക്കുവാനിടയാകും. Even unbelief can be a sin. ഒരു പക്ഷേ അവിശ്വാസം പോലും ഒരു പാപമായിരിക്കാം. So when you read a scripture portion, നമ്മളൊരു തിരുവചന ഭാഗം വായിക്കുമ്പോൾ Holy Spirit reminds us to do something or respond to that word. ആ വചനത്തോട് പ്രതികരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമാകാം. Hallelujah. Hallelujah. There'll be some kind of unbelief. ഒരു പക്ഷേ ചില അവിശ്വാസമായിരിക്കാം. Now, according to Bible theologians, they say there's a sin of commission and sin of omission. ബൈബിൾ തിയോളജിയന്മാർ പറയുന്നത് സിൻ ഓഫ് കമ്മീഷൻ എന്നും സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുന്ന പാപങ്ങളുണ്ട്. Sin of commission means things that you should not do, you do it. സിൻ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, എന്നാൽ നിങ്ങൾ അത് ചെയ്യുകയാണ്. Sin of omission means എന്നാലോ സിൻ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ things that you should do but you don't do it. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ്. So when you read the scripture, അതുകൊണ്ട് നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ anything I am not responding to, the things that I need to do, am I doing it? ഞാൻ ഇതിനോട് പ്രതികരിക്കേണ്ട വചനമാണല്ലോ, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. Things I shouldn't do it, am I doing it? ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? Always respond to God like that. എപ്പോഴും ദൈവത്തോട് അങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുക. This prepare you for a miracle. ഇത് നിങ്ങളെ ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാപ്തരാക്കും. Amen. Amen. The next word P stands for promises. രണ്ടാമതായി പി എന്നുള്ള വാക്ക്, അത് പ്രോമിസസ് അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കുന്നു. Every time you read a scripture portion, എപ്പോഴൊക്കെ തിരുവചനം നാം വായിക്കുന്നു, there will be some promises to claim and to receive it. നമുക്ക് പ്രാപിക്കാനും നമുക്ക് സ്വീകരിക്കുവാനും കഴിയുന്ന വാഗ്ദത്തങ്ങൾ അവിടെ ഉണ്ടായേക്കാം. Amen. ആമേൻ. Get that. Hallelujah. അതിനെ പ്രാപിക്കുക. The word A, attitudes. എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവങ്ങൾ. Attitudes that we need to have as we read scriptures. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങൾ എന്തെന്ന് പറയുന്നു. Amen. Amen. Every time we read the scripture, we come across that. എപ്പോഴൊക്കെ നമ്മൾ തിരുവചനം വായിക്കുന്നു, അപ്രകാരമുള്ള മനോഭാവങ്ങളെ നമ്മൾ നേരിടുവാനിടയാകും. You hear words like put off, put on. നമ്മൾ ധരിക്കുക, അതിനെ ഉപേക്ഷിക്കുക എന്നുള്ള വാക്കുകളൊക്കെ കാണുവാനായിട്ടിടയാകും. Amen. The next word is C, commands. to സി obey. എന്നുള്ള വാക്ക് കമാൻഡ്സ് അല്ലെങ്കിൽ കൽപ്പനകൾ. Amen. There are always some commandments to obey. നമുക്ക് എപ്പോഴും വചനം വായിക്കുമ്പോൾ അനുസരിക്കേണ്ട കൽപ്പനകളെ കാണാൻ കഴിയും. Hallelujah. Hallelujah. And finally, E, examples. അവസാനമായി ഈ എന്നുള്ള വാക്ക് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ. Examples to follow or examples to avoid. ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതുമായ നല്ല ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ജീവിതത്തിൽ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത മോശം ഉദാഹരണങ്ങളും കാണാൻ കഴിയും. Amen. Amen. So from what we heard today, let's take few minutes to look into that. നമ്മൾ ഇന്ന് കേട്ട തിരുവചനങ്ങളെ ഒന്നുകൂടി നമുക്കൊന്ന് ധ്യാനിക്കാം. What are the sins that we need to avoid? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട പാപങ്ങൾ എന്തൊക്കെയാണ്? We heard about slander, we heard about gossip. നമ്മൾ നേരത്തെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു ഏഷണി പറയുന്നതിനെ കുറിച്ച്. We heard about that drunkards will never inherit
the kingdom of God. നമ്മൾ ഇങ്ങനെ വായിക്കുവാനിടയായി മദ്യപാനികൾ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. There are things that we need to avoid നമ്മൾ മാറ്റിക്കളയേണ്ടതായിട്ടുള്ള പാപങ്ങളുണ്ട്, so that God will reveal His glory in our lives. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിന് തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയൂ. Amen. Amen. There are promises. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുണ്ട്. What is the promise? God will manifest His glory in our lives. എന്താണ് വാഗ്ദത്തം? ദൈവം തന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമെന്നുള്ളതാണ് വാഗ്ദത്തം. In our homes, in the time of our need, in the point of our need, the Lord will reveal His splendor, His glory will be manifested. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളോടുള്ള ദൈവത്തിന്റെ He വാഗ്ദത്തം. can turn our shame to honor. അതെ, തീർച്ചയായും നമ്മുടെ നാണക്കേടിനെ നമുക്ക് ബഹുമാന യോഗ്യമായി കർത്താവ് മാറ്റും. Nothing is impossible with God. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. Even without a command, by His will, He can do that. ദൈവം ഒരു കൽപ്പന തന്നിട്ടില്ലെങ്കിൽ പോലും തന്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. He can create or turn situations into our favor. സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. Amen. Amen. Our God is a great God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. Believe in His promises. തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചാലും What are the attitudes we need to have today? എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവങ്ങൾ? Number one is faithfulness. ഒന്നാമതായി വിശ്വസ്തത. Amen. Amen. We should be trustworthy people. നമ്മളെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആളുകളായി മറ്റുള്ളവർ കാണണം. Amen. Amen. Concealing matters of trust in our hearts. നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനത്തുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നവർ. Waiting for God's timing, always declaring that, Lord, I pray for a miracle now, but I believe your timing is the best. I put into your hands. പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ, ഞാൻ അങ്ങയുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അങ്ങയുടെ തക്ക സമയത്ത് അത് അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകും. I will not be offended if things don't happen immediately. കർത്താവേ, പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും മുറിപ്പെടുകയില്ല. Amen. Amen. These are the attitudes we need to have. ഇതാണ് നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങൾ. Commandments to obey. നമ്മൾ പാലിക്കേണ്ട കൽപ്പനകൾ. Here we heard about the servants obeyed without questioning. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ആ വേലക്കാർ, ആ ശുശ്രൂഷകർ അവർ ചോദ്യം ചെയ്യാതെ യേശുവിനെ അനുസരിക്കുകയാണ്. They may have seemed foolish to people or very irrational kind of behavior. ഒരു പക്ഷേ വളരെ മണ്ടത്തരമെന്നും ബോഷ്കെന്നും ഒക്കെ തോന്നിയേക്കാവുന്ന ആ ഒരു കാര്യമാണ്. Amen. Before people's eyes. മറ്റുള്ളവർ മുൻപിൽ അവർ ചെയ്ത കാര്യം അങ്ങനെയായിരുന്നല്ലോ. But they just did what He told them to do. എന്നാലോ ഈ ശുശ്രൂഷകർ അവർ യേശു എന്ത് പറഞ്ഞോ അത് അതേപടി അനുസരിച്ചു. Amen. Amen. You know, I was reminded about these words of Jesus. ഈ യേശുവിന്റെ ഈ വാക്കുകളെ ഞാൻ He ഓർക്കുകയായിരുന്നു. said, if you love me, obey my command. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിപ്പിൻ. John chapter 14 verse 15. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. If you love me, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ obey my command. എന്റെ കൽപ്പനകളെ പ്രമാണിപ്പിൻ. In 1 John 2 verse 4 says, 1 യോഹന്നാൻ 2:4 ഇങ്ങനെ പറയുന്നു, if someone claims I know God but doesn't obey God's commandments, that person is a liar and is not living in the truth. അവിടെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല എന്ന്. Amen. Amen. 1 John 5 verse 3 says, loving God means keeping His commandments, and His commandments are not burdensome. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. Whenever you read Bible, നമ്മൾ എപ്പോഴൊക്കെ തിരുവചനം വായിച്ചാലും even today the Holy Spirit is reminding about some commandments to obey. ഒരു പക്ഷേ ഇന്ന് ചില പാലിക്കേണ്ടതായ കൽപ്പനകളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചാലും, The Holy Spirit is reminding you to forgive someone, release forgiveness to someone, do it immediately. ആരോടെങ്കിലും ക്ഷമിക്കുവാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നതെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്താലും, If the Lord is reminding you if there is some bitterness in you, I need to leave it, tell Jesus, Lord, I renounce this. I ask you to forgive me for keeping this bitterness in my heart. Release it from my life. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കയ്പിന്റെ വേരുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ, കർത്താവേ എനിക്കിത് കൃപ തരണമേ, ഞാനത് ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാലും. Because God cannot reveal or manifest His glory if we harbor all these things in our hearts. കാരണം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചാൽ ദൈവത്തിന് ഒരിക്കലും തന്നെ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയില്ല. Obedience bring miracles in our life. അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ In കൊണ്ടുവരുന്നത്. Matthew chapter 28 and Mark, in many gospels, the last part always says like this, go and make disciples, and those who believe and baptized will be saved. സുവിശേഷങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിലൊക്കെ കാണുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പോകുവിൻ എന്നൊക്കെ പറഞ്ഞ് യേശു പറയുന്നത് അത് അനുസരിക്കുവാനുള്ള കൽപ്പനകളാണ്. Bible says, believe, repent and be baptized, then you will receive
forgiveness of sins. ആ വചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, നിങ്ങൾ സ്നാനപ്പെടുക, അത് അനുസരിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. Any commandments today the Lord is stirring up your heart? ഇന്ന് കർത്താവ് ചില കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മിപ്പിക്കുകയാണോ? Submit to God. അതിനുവേണ്ടി സമർപ്പിക്കുവിൻ, ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുവിൻ. Amen. Amen. It takes a big step of faith to obey Jesus. യേശുവിനെ അനുസരിക്കണമെങ്കിൽ വലിയ ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. Amen. Amen. Hallelujah. Hallelujah. It takes humility to obey Jesus. യേശുവിനെ അനുസരിക്കണമെങ്കിൽ താഴ്മ നമുക്ക് Now, ആവശ്യമാണ്. regarding baptism, imagine Jesus was baptized in the river Jordan. ഒന്ന് ഓർക്കണമേ, ആ യോർദാൻ നദിയിൽ യേശു സ്നാനമേറ്റു. Amen. Amen. He showed us an example to follow. നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക യേശു കാണിച്ചു തരികയായിരുന്നു. Hallelujah. Hallelujah. That's the next word. What is the example today we are learning? നമ്മൾ ഇന്ന് പഠിക്കുന്ന ആ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? Amen. From Mary we heard many things. അതെ, മറിയയിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുവാനിടയായി. What a faith she had in Jesus. തനിക്ക് യേശുവിൽ എത്രമാത്രം വിശ്വാസം The ഉണ്ടായിരുന്നു. revelation of who Jesus is. യേശു ആരാണെന്നുള്ള വെളിപ്പാട് തനിക്കുണ്ടായിരുന്നു. She knew his power and his ability. യേശുവിന്റെ ആ ശക്തിയെ കുറിച്ച് മറിയയ്ക്ക് നല്ല She knew ബോധ്യമുണ്ടായിരുന്നു. nothing is impossible with my Jesus. യേശുവിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. Amen. Amen. And when a problem came, she told Jesus, ആ ഒരു പ്രശ്നം വന്നപ്പോൾ യേശുവിന്റെ അടുക്കലാണ് മറിയ പോയി അത് I പറഞ്ഞത്. cannot do anything, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. but you can do. പകരം യേശുവെ അങ്ങയ്ക്ക് ചെയ്യാൻ കഴിയും. Nothing is impossible. അങ്ങയ്ക്ക് ഒന്നും അസാധ്യമായിട്ടില്ലല്ലോ. She's also a person who conceals matter in തന്റെ her heart. ഹൃദയത്തിനകത്ത് കാര്യങ്ങളെ സംഗ്രഹിച്ചു വെക്കുന്നവൾ കൂടിയായിരുന്നു മറിയ. She became a blessing താൻ അനേകർക്ക് ഒരു അനുഗ്രഹമായി. that day in that family. അന്ന് ആ കുടുംബത്തിന് താൻ ഒരു അനുഗ്രഹമായി തീർന്നു. We can be like that. നമുക്ക് അങ്ങനെ ആകാൻ കഴിയും. When we see people, the needy people around us, നമ്മുടെ ചുറ്റും ആവശ്യമുള്ള ആളുകളെ കാണുമ്പോൾ we can go to our knees in prayer നമ്മുടെ മുഴങ്കാൽമേൽ പ്രാർത്ഥനയിൽ നമുക്ക് കടന്നു ചെല്ലാൻ and കഴിയും. tell Jesus, യേശുവിനോട് പോയി പറയാൻ കഴിയും, nothing is impossible. കർത്താവെ അങ്ങേക്ക് ഒന്നും I bring അസാധ്യമായിട്ടില്ലല്ലോ. this family before you. കർത്താവെ ഞാൻ ഈ കുടുംബത്തെ അങ്ങയുടെ മുൻപാകെ I bring കൊണ്ടുവരുന്നു. this person before ഞാൻ you. ഈ വ്യക്തിയെ അങ്ങയുടെ മുൻപാകെ കൊണ്ടുവരുന്നു. Lord, I pray that you will reveal your glory in that family. കർത്താവെ ആ കുടുംബത്തിൽ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Amen. ആമേൻ. Instead of exposing others to people, we can actually pray for them. മറ്റുള്ളവരുടെ കുറവുകളെ പരസ്യപ്പെടുത്തുന്നതിന് പകരം അവർക്ക് വേണ്ടി നമുക്ക് രഹസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയും. We can learn from these servants who obeyed without questioning. ചോദ്യം ചെയ്യാതെ അനുസരിച്ച ആ ശുശ്രൂഷകരിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. Complete obedience in every stage of their life. അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും പൂർണ്ണമായ ഒരു അനുസരണം To ഉണ്ടായിരുന്നു. the filling of the water അവര് ആ വെള്ളം നിറച്ചപ്പോൾ and to the next step of taking that water to the master of the ceremony. ആ വെള്ളം എടുത്ത് അടുത്ത ഘട്ടമായി ആ വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുക്കുവാനും അവർക്ക് അനുസരണം These ഉണ്ടായിരുന്നു. are the ingredients for God's glory to manifest in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. The Lord want to take us from embarrassment to a place of honor. അതേ, ആ നാണക്കേടിന്റെ അനുഭവത്തിൽ നിന്ന് മാന്യതയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം I ആഗ്രഹിക്കുന്നു. declare in the month of September, marriages to take place in the coming days. ഞാൻ പ്രസ്താവിക്കുകയാണ്, ഈ സെപ്റ്റംബർ മാസത്തിൽ അത്ഭുതകരമായ വിവാഹങ്ങൾ നടക്കുവാനിടയാകട്ടെ. This is my prayer that every home, every family will experience a miracle, will experience glory of God in the month of September. എന്റെ പ്രാർത്ഥന ഇതാണ്, എല്ലാ കുടുംബങ്ങളിലും ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകും. ദൈവത്തിന്റെ ഒരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കുവാനിടയാകും. What you need to do, you need to do that. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തേ If there മതിയാകും. is something to obey, you do that. അനുസരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അനുസരിച്ചു. Those who need to take baptism, let them do that. സ്നാനപ്പെടുവാനായിട്ടുള്ളവർ തീർച്ചയായും സ്നാനപ്പെടുക. Those who need to forgive, release that. ക്ഷമിക്കേണ്ടവർ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാലും. One thing sure, this month certain things will happen. ഒരു കാര്യം ഉറപ്പാണ്, ഈ മാസം ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. Like water turned into wine, some bitter experiences are going to turn to sweet, wonderful experiences. ആ വെള്ളം വീഞ്ഞായി മാറിയതുപോലെ ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ മധുരതരമായ അനുഭവങ്ങളായി മാറാൻ Before പോവുകയാണ്. 2020 ends, you will see that happening in your lives if the coming of the Lord tarries. കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2020 തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ ഈ അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിക്കുവാൻ. From lack, Lord can turn our situation into a place of abundance. നമ്മുടെ ജീവിതത്തിലെ ശൂന്യതയുടെ മധ്യത്തിൽ നിന്ന് സകലവും നൽകി തരുന്ന അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുപോകാൻ He can കഴിയും. make the worst to best and ordinary to extraordinary. ഏറ്റവും മോശമായതിനെ ഏറ്റവും മികച്ചതും ഏറ്റവും സാധാരണമായതിനെ അസാധാരണവുമാക്കുവാൻ ദൈവത്തിന് കഴിയും. What take months to happen, He can do that in a moment. മാസങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നിമിഷം കൊണ്ട് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. If the first miracle He did was in a home, He will do that in your life, in your home also. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഒരു ഭവനത്തിനകത്തായിരുന്നെങ്കിൽ യേശു നിങ്ങളുടെ ഭവനത്തിനകത്തും ഒരു അത്ഭുതം ചെയ്യും. And remember the purpose. എന്നാൽ ഓർക്കുക നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. Chapter 20 verse 31.
ആ 20-ാം അധ്യായം 31-ാം വാക്യം. Every purpose, every sign, every miracle, everything that is written so that you may believe in Lord Jesus Christ, that He is the Son of God, and by believing in Him, you may have life in His name. അവിടെ നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ സുവിശേഷം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം നമ്മളെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. Hallelujah. Hallelujah. That is the purpose behind miracle. അതാണ് അത്ഭുതങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിന്റെ You ഉദ്ദേശം. will continue to believe. നിങ്ങൾ നിരന്തരമായി വിശ്വാസത്തിൽ തുടരുവാനിടയാകും. The miracle that Lord is doing in your life, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ, so that you will believe in Him. അത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ And you വേണ്ടിയാണ്. will continue to believe in Him. അത് മാത്രമല്ല, ദൈവത്തിൽ വിശ്വാസം You നിങ്ങളുടെ will വർദ്ധിക്കുവാനും continue തുടരുവാനും to walk in Him. നിങ്ങൾ ദൈവത്തിൽ തന്നെ നടക്കുവാൻ And വേണ്ടി. as you continue, you will have life in abundance flowing in and through your life. നിങ്ങൾ അങ്ങനെ നടപ്പ് തുടരുമ്പോൾ നിങ്ങളിൽ അവന്റെ ജീവൻ സമൃദ്ധമായി ഒഴുകുവാനിടയാണ്. And this life, this river of life, this life of God will flow from your home, from your life to many others, to those around you. ഈ കർത്താവിന്റെ ജീവനാകുന്ന ജീവനദി നിങ്ങളിൽ കൂടി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അനേകരിലേക്ക് ഇത് ഒഴുകുവാനായിട്ട് ഇടയായി. How many of you want to receive that? എത്ര പേർക്ക് ഇത് സ്വീകരിക്കുവാൻ Lift മനസ്സുണ്ട്? up your hands right now. നിങ്ങളുടെ കരങ്ങൾ ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ Look to ഉയർത്തിയാലും. Jesus. In the name of Jesus, Lord, we pray. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Lord, today we expect a miracle in our life. പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങൾ ഇന്നൊരു അത്ഭുതത്തെ I പ്രതീക്ഷിക്കുന്നു. pray for glory of God to manifest in every family. കർത്താവേ, ഓരോ കുടുംബങ്ങൾക്കകത്ത് അങ്ങയുടെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. Declare your shalom. അങ്ങയുടെ ശലോം സമാധാനം വെളിപ്പെടട്ടെ. I declare your life of God, the life of God. കർത്താവേ, അങ്ങയുടെ ജീവൻ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I speak healing in the name of Yeshua. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തെ I pray പ്രഖ്യാപിക്കുന്നു. for provisions to happen. കർത്താവേ, നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ സന്ധിക്കണമേ എന്ന് ഞാൻ I പ്രാർത്ഥിക്കുന്നു. pray for a transformation, a change of character in the name of Jesus. കർത്താവേ, സ്വഭാവ രൂപാന്തരം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that you will bring newness in life in everyone. കർത്താവേ, സകലരിലും ഒരു പുതുമ കർത്താവേ അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Fresh newness in our thoughts and in our actions and in our words. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും ഞങ്ങളുടെ പ്രവർത്തികളിലും ഒരു പുതുക്കം അങ്ങ് നൽകണമേ. I speak that in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ പ്രഖ്യാപിക്കുന്നു. Like this water turned into wine. കർത്താവേ, ഈ വെള്ളം വീഞ്ഞായി തീർന്നതുപോലെ Oh, you will do that miraculous transforming power of your word. Oh, will do a miracle in every family in the name of Jesus. കർത്താവേ, രൂപാന്തരം വരുത്താൻ കഴിയുന്ന അങ്ങയുടെ വചനം ഇന്ന് ഓരോ ഭവനങ്ങൾക്കകത്തും ഒരു അത്ഭുതത്തെ പുറപ്പെടുവിക്കട്ടെ. Sometimes, oh, Holy Spirit is telling me that some children who has a problem in their mindsets, in their memory, in their thinking, in their difficulty in their studies, the Lord is doing something in their minds in the name of Jesus right now. പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഇപ്പോൾ തന്നെ പഠിക്കുവാൻ പ്രയാസമുള്ള, മാനസികമായിട്ട് ചിന്തിക്കുവാൻ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ ദൈവാത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If parents are around, you can place your hand upon that child. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ മേൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. Father, in the name of Jesus, പിതാവേ, യേശുവിന്റെ നാമത്തിൽ I pray a miracle to happen in the name of Yeshua. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. Pray that understanding to be opened and enlightened. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി അറിവ് വെളിപ്പെടട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. Oh, that heaviness, that powers of darkness, I command to leave in Jesus' name. അന്ധകാരത്തിന്റെ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. Is there any kind of a tough or hard or hardness or any kind of tough attitudes? I pray, Holy Spirit, will you release your anointing right now and soften these hearts. കർത്താവേ, ആ കഠിനമാകുന്ന ഹൃദയങ്ങളെ, ആ മനോഭാവങ്ങളെ പരിശുദ്ധാത്മാവേ അങ്ങ് ഇപ്പോൾ തന്നെ സ്പർശിച്ച് അതിനെ മാംസളമാക്കി മാറ്റണം. Shall we lift up our hands and thank the Lord and praise God for നമ്മുടെ that? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി കരയേറ്റാമോ? Hallelujah. Hallelujah. Lord, we want to give you glory and honor. കർത്താവ്, ഞങ്ങൾ എനിക്ക് മാനവും ബഹുമാനവും നൽകുന്നു. May our homes be filled with laughter and joy. കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങൾ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയട്ടെ. May our homes be filled with the peace and health and healing. കർത്താവേ, സൗഖ്യവും ആരോഗ്യവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങൾ നിറയപ്പെടട്ടെ. May our lives exhibit the righteousness of God. കർത്താവേ, അങ്ങയുടെ നീതി വെളിപ്പെടുത്തുന്ന കർത്താവേ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറട്ടെ.
May the name of Jesus be glorified. യേശുവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. Thank you for hearing our prayers. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി നന്ദി. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Clap our hands and give all glory to Jesus. നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നമുക്ക് സകല മഹത്വവും കൊടുക്കാം. Hallelujah. Our God is great. നമ്മുടെ ദൈവം വലിയവനായ God ദൈവമാണ്. is mighty. ദൈവം ശക്തനാണ്. Amen. ആമേൻ. God bless you. Have a beautiful week with Jesus. കർത്താവിനോടൊപ്പം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. Good morning, children. Hope you're all doing good. After 2 weeks of break, we are finally back with our junior church session. And guess what? We're going to start a new series called The Superheroes of the Bible. Are you ready for that? Awesome. Then don't sit down. Everybody get up from your chairs. Come on, come near where you're watching, from your TV, laptop, phone. Come right in front, because we're going to do some actions and praise the Lord together. If you're ready, let's do this together. Junior church, are you ready? I didn't hear you. Are you ready? Oh yeah, wonderful. Come on, let's take this time to praise and worship the Lord. Jesus loves me so, loves me so, loves me so. Jesus loves me so, loves me so, loves me so. Jesus loves me so, He loves me so, He loves me so. Everybody praise Him. Come on, let's sing and shout. Come on, let's dance around, round. Everybody praise Him. Come on, let's sing and shout. Come on, let's dance around, round. Yeah. Oh yeah. Come on, let's go. Jesus loves me so, loves me so, loves me so. Jesus loves me so, He loves me so, He loves me so. Everybody praise Him. Come on and sing and shout. Come on, let's dance around, round. Everybody praise Him. Come on and sing and shout. Come on, let's dance around, round. Yeah. Jesus loves me, yes I know. He will never let me go. With me every night and day, hearing every word I say. All His promises are true. Praising Him, that's what we do. Come on now, let's lift our hands all around the room. Let's dance. Come on and sing and shout. Come on, let's dance around, round. Everybody praise Him. Come on, let's sing and shout. Come on, let's dance around, round. Yeah. Jem? Hey Jem, what are you thinking so much? Ben, I was just thinking whether we can hear the voice of God. Oh, I have not thought about that. But I think only adults can hear God's voice, like our parents, our chaitans, and even pastors. For today's junior church, let's ask Jyoti auntie this doubt. Yes, let's do that. Hey, hi Jen, hi Ben, Hi Jyoti auntie. hi children. So are you all ready for today's class? Did you meet our new friends, Jem and Ben? Tell them hi. Hi. Yeah. So today's unit test class, we have Jem and Ben with us. Okay. Hi. So can we start the class today? Yes. Jyoti auntie, Yes, dear. we have a doubt whether we can hear the voice of God. I'm so glad that you asked that question. You know what? Actually, today's class is on where the children can hear the voice of God, and if yes, how? So, before I tell you those two answers, can we see a small story from the Bible? Oh yes. This story begins with a woman named Anna. Every year, she went with her husband to the tabernacle to worship God. One day, Anna went to the tabernacle to pray.
She was a little sad because she didn't have children. So she asked God, "If you give me a son, he will be yours for his entire lifetime." Time went by, and God answered Anna's request. He gave her a son, and she named him Samuel, which means God has heard. When Samuel grew up, he was no longer a baby, and the time came for Anna to fulfill her promise. So she took him to the tabernacle for him to serve God alongside Eli, the priest. Even though Samuel was just a child, he served the Lord all the time, and he even slept in the temple. So he grew in the presence of the Lord, serving him and helping Eli. Each year, his mom would make him a robe and take it to Samuel. That must have been very special for him. During those days, the word of the Lord was rare, and there was no frequent vision. But one night, when the lamp of God had not yet gone out, Samuel was asleep, and he heard someone calling his name, "Samuel!" So Samuel got up and ran to where Eli was and said, "I am here, for you called me." But Eli said, "I did not call you. Go back to bed." So Samuel went back to bed. But then he heard the same voice again, "Samuel!" Once again, he stood up and went to see Eli to see what he needed. Eli replied, "I did not call you. Lie down again." A third time, Samuel heard the voice, "Samuel." So once again, he went to see Eli and said, "Here I am. You called me." Then Eli understood that it was God who was calling Samuel. So he told him, "Go, lie down. If he calls you again, say, 'Speak, Lord, for your servant is listening.'" So Samuel went back to his bed, and he heard the voice again, "Samuel, Samuel." This time Samuel replied, "Speak, for your servant is listening." Then God gave Samuel an important message for Eli and for the people of God. From that day forward, Samuel received special messages from God, and he delivered them to many people. All this was because he learned to hear God's voice. With this story, we learn that just like Samuel, we must hear God's voice and pray always. So children, did you see that story? Yes. So what is that small boy's name in the story? Samuel. Very good. My children are all seeing it attentively. Very good. Jyoti auntie, Yes, dear. why was he named Samuel? Okay, so let me tell you this. Hannah, she was a very God-fearing woman, but many years she didn't have children. So she used to cry and pray and ask for a child. And you know, God blessed her with a son. And so she named him Samuel. Samuel means God has heard. Now, the Bible philosophers say that at around the age of 3 years, Samuel's parents brought him to the house of God, and from then on he started ministering to the Lord and helping Eli the priest. Now Samuel grew in stature and in favor with God and men. And you know, children, to grow in stature and in favor, especially in favor with God and men, the child should be very good, right? Like all our children. So Samuel was a very good boy. He used to be obedient to his parents, respect his elders, and he used to be filled with the fruits of the Holy Spirit. And I hope, children, all of you are practicing the fruits of the Holy Spirit, what we learned last week. Are you? I can see that you're saying yes. Very good, children. So, did you see that Samuel, even when he was a small child, he heard the voice of God? See, children also can hear the voice of God. Yes. So, from here we know, so our first question is answered, right? Children can hear the voice of God. Jyoti auntie, Yes, dear? so how do we hear the voice of God? Okay, so let me tell you this. Do you think it's easy to hear hear God's voice if like you start the whole day with your online classes, then after some time you want to take a break, so you see TV, then you read a storybook, and then you go down and play with your friends, and in the end of the day, in the evening when parents call you to pray, you come and sit for your prayer, and then they tell you to read the Bible, and then you just read the Bible without understanding what you're reading, and then you're very tired, you don't understand anything, and then you go to sleep. Do you think you can hear the voice of God by not being in the presence of God?
You know what? In 1 Samuel 3:3 it says that when the Lamb of God was not yet out, Samuel was lying in the house of God, where the Ark of God was. You know, in the Old Testament, the Ark of God means the presence of God. So Samuel heard the voice of God only when he was in the presence of God. Oh, I understood. We have to go to HOP in an empty room to hear the voice of God. Oh, Auntie, but we can't go there now. There is coronavirus everywhere. Oh, children, I know you will also be thinking the same. You know what? To actually hear the voice of God, it is good. We have to, after this quarantine and after this coronavirus, we have to meet at house of prayer. We should pray together, have fellowship, and we'll be there in presence of God there too. But you know what? Even sitting in our house, we can be in the presence of God daily, and we should do this daily at our house. So Auntie is going to tell you now 5 steps to be in the presence of God. So children, the first step is to find the right time and place to pray. So what does Auntie mean by find the right time? It should not be a time when you're very sleepy or tired that you should go into the presence of God. Usually night you have a nice sleep, and in the morning you're very fresh. So that's the best time to go into God's presence. And the place, what I meant was, it should be anywhere in your house where there are no distractions, no TV, your PlayStation, your iPhone, or your storybook. Nothing should be there to disturb you. Yeah, Auntie, when I see my favorite cartoon, I don't like anyone disturbing me. Yes, exactly. So when we are going to be in the presence of God, how much more serious we should be, right? So first step is to find the right time and place. Now the second step is by having a proper attitude. Whenever you come into God's presence, you should kneel down and pray. That's the best attitude to pray. So by that attitude, we are showing that we are telling Jesus that, Jesus, we are ready to listen to whatever you tell us. And it should not be like, you should lie down. Lying down is not the right posture. You kneel down, or you can also sit and pray. So Auntie, you are saying that we cannot lie down and be in the presence of God. Is Jesus watching us? Yes, very true. Jesus is watching us. Like how we have webcams in our houses, Jesus also has a webcam on all our children and all of us also too. See, for example, in our school classes, the teachers tell you, right, on your camera so that we can see you sit in the class. So they want to see whether we are, lazily sitting, lying down, or whether we are hearing the class. So in the same way, Jesus, if we can sit in the class so seriously, how much more serious we should be sitting in front of Jesus, right? So once you kneel down or you sit and you close your eyes and you have to pray. So how do you start? You say, Jesus will start reminding you when you close your eyes, what are the sins, you have done which you shouldn't have done. So maybe, you start saying, Jesus, I'm sorry that, I said a lie today to my friends, or Jesus, I'm very sorry that I was very rude to my parents, I back answered them, I didn't obey them, or I had a fight with my siblings, my brother or sister. So these sins, Jesus will slowly, Holy Spirit will slowly remind you. And you know what, children? So when we close our eyes and tell that, Jesus, I'm very sorry for all the sins I've done, Jesus is so merciful and He is loving, and so He'll forgive us our sins. Auntie, the first thing that you said, that we have to select a place and time and then kneel down and pray. But is it given in the Bible? Children, yes, the best example is Jesus Himself. In Mark 1:35, Jesus, how Jesus, it is said? It said that while it was dark and just before daylight, that means early in the morning, Jesus went to a solitary place. That means where nobody was there to disturb Him. And He went there to pray. And in Mark 14:35 it says, Jesus fell to the ground and prayed. So that shows that Jesus was so submissive and He prayed like that. So we also have to pray the same way. So children, coming to the third step, we learned the first 2 steps. Coming to the third step, you know what the Bible says? The Bible says, enter His gates with thanksgiving and His courts with praise. So by that, Jesus means that to go into God's presence, we should sing songs. Auntie, but my voice is not good, so how can I sing? Even Auntie used to think like that. Even Auntie's voice is not good. But you know what? Jesus sees our hearts. So if we can sing from our heart, it's okay even if our voice or tune is not right. But we should sing from our heart.
Auntie, Yes, I dear? know a song. My mama taught me this song. Jesus loves me, this I know, for the Bible tells me so. Very good, Ben. I'm so glad that you sang the song. Very good. Okay, so children, you know what? The juniors and inters, you all have a book. Okay, so when you go into God's presence, it's very important you take this book and you see the lyrics. See, every day we have morning devotions, every day, and once a week we have junior church. So all these songs are sung so that we remember something. So bigger children can take this book and look at the lyrics and sing. And very small children, you can ask your parents to teach you, like how Ben just sang. You can hear, or you can just listen from them and learn. You all learn nursery rhymes in school and you have to say it by heart in front of your teachers, right? So what is there? So how much more effort we should take to go into God's presence? So I'm sure our small children also can hear, learn some 2 or 3 songs by heart. Okay, so that is our third step. Third step is singing songs to Jesus. Praise and worship to Jesus, the Lord, the Creator. Children, so the fourth point is the 5-finger prayer. This is to remember who all to pray for. So the thumb finger is to pray for your family. You pray for your parents, your siblings, your grandparents and your cousins. You thank God for them. Then is your index finger. Index finger, you pray for your teachers in the school, your teachers in junior church, and also your tuition teachers. You pray for them, you bless them. Yes? And then is your big finger. You pray for the people who rule you, like the government. You pray for your president, you pray for your prime minister, your chief minister. You ask God to give them wisdom to rule our country and state. And then comes the ring finger. Ring finger, you pray for the people who are sick. Maybe your friends told you that there is a prayer request to pray for someone. You remember them, you pray for them, and you ask God to heal them. And then finally is your little finger. The little finger is to pray for yourself. You tell God what all you desire, what all you want, and what you want to become. You tell what you want your future to be. So you tell God all about yourself. So this is the 5-finger prayer. So children, the 5th step is reading the Bible. So that is a very, very important step. Okay? Auntie, Yes, I dear? read the Bible every day. Can you tell me how do you read the Bible? I just open the Bible, whatever I see in front of me, I read it, and I close the Bible and go. Okay. So do you remember what you read? Sometimes I don't. So let me tell you this. How do you read your school textbook? Do you just open the textbook and read from anywhere? Then will you remember what you read? Or do you even understand what you read if you read like that? No. So in the same way, this textbook is very important. This is the Bible. So this is the textbook of your life. In your school, the textbooks keep changing. The portions keep changing, but this Bible never changes. Every promise said in this is yes and amen. So you should read the Bible also in a systematic manner. So when you read the Bible, make sure you read chapter by chapter. We have the Old Testament and the New Testament. It's okay, you can start reading the Old or the New Testament. But for example, if you read today Matthew 1, tomorrow you should read Matthew 2. And you should go chapter by chapter. And after you read the Bible, after you finish reading the chapters, or maybe you read, for example, if you read Psalms 1 today, Psalms 1 says that blessed is the man who does not walk in the counsel of the ungodly, or stand in the path of the sinners, or sit in the seat of the mockers. So when you read that, you read the whole psalm, and you go after you finish spending time with Jesus, you read that psalm. So then after reading that, when you go out to play the whole day, God will be speaking to you when you play with your friends. If your friends are saying some bad words, or if you think that your friends are not of good character, then you will try to tell them, see, Jesus has told we have to be good children. But if you still feel they are not, being good, and you should be very careful when you select your friends. So that's what Jesus is trying to speak to you through that Psalms. So when we read each chapter, and after you finish reading, what you should do is you should close your eyes and you should think what Jesus is speaking to me through that. So for that, after that, you should keep a small notebook, a pencil or a pen with you, and write down, put your day and write down what Jesus spoke to you. In this way, you will remember what you read in the Bible. And you know what?
when you follow the steps, you can easily hear God's voice. Auntie, Yes, dear? is Bible reading important? Has God told us to do that? Yes, I'm so glad that you asked that question. You know what? God has told Joshua in Joshua 1:8, this book of law should not depart from your mouth, and you should meditate on it day and night, and do everything what is written in this accordingly. And then God will make you successful and prosperous. So children, don't you want to be successful and prosperous? Because God tells us, only if you meditate on this word, then and read, and accordingly if you do things, then only you will be prosperous and successful. And that's why we learn even memory verses, and we tell you by heart your memory verses so that you remember. And when you speak out the memory verses loudly, the Satan will run off from your life, and then you will be successful and prosperous. So children, let's from today onwards do all the 5 steps to enter into God's presence, and in this way God will speak to us. Okay children? So children, let's recap the 5 steps to hear God's voice. First, you select a time and place. The second, you kneel down and pray. Third, you sing and worship God. Fourth is the 5-finger prayer. And fifth is reading the word. So when you follow all these steps, you can hear God's voice. Now, let's see what is the memory verse for this week. It is from Jeremiah 33:3. Call to me and I will answer you and will tell you great and hidden things that you have not known. So children, let's pray and close. Close your eyes and we'll pray. Father, thank you, Lord Abba, for this time. Thank you, Lord, for helping us learn how to come to your presence and hear your voice. Father, help each one of us to follow these 5 steps and hear from you and fulfill all that you have in our lives. In the name of Yeshua we pray. Amen. So children, thank you, and we will see you next week. Bye.